നമസ്കാരം. ഇന്നിപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ലാതെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റിയ ചെറിയൊരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് ഡെയിലി റിവാർഡുകളുണ്ട്. അതായത് ഡെയിലി റിവാർഡ് എന്ന് പറയുമ്പോൾ 100 കോയിൻ വെച്ചിട്ട് ഡെയിലി നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഇവിടുത്തെ വിഡ്രോവലാണ് ഏറ്റവും രസകരം. വിഡ്രോവലിൻ്റെ വോളിയം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ പേ വഴി വിഡ്രോ ചെയ്യാം, ആമസോൺ പേ വഴി, ഫ്ലിപ്കാർട്ട്, ഫയർ പ്ലേ, ഇനി BGMയിലേക്ക് ഒക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എമൗണ്ടിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. 25, 50, 100, 200, 500 അങ്ങനെ നമുക്ക് പോയിൻറ്റുകളെ കൺവേർട്ട് ചെയ്ത് ക്യാഷായിട്ട് നമുക്ക് ഗൂഗിൾ പേ വഴി ചെയ്യാൻ പറ്റും. ഓക്കെ, ഗൂഗിൾ പേ അല്ല, ഗൂഗിൾ പ്ലേ. ഒപ്പം തന്നെ നമ്മുടെ ഏതെങ്കിലും UPI ID വഴിയും നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് UPI എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് പേയോ ഫോൺ പേയോ എന്താണെന്നുള്ളതെന്ന് വെച്ചാൽ അതുവഴി ചെയ്യാൻ പറ്റും. ശരി, അപ്പോൾ ഗൂഗിൾ പ്ലേയിലേക്കാണെങ്കിൽ 10 രൂപ മുതൽ നമുക്ക് ചെയ്യാൻ പറ്റും. ആമസോൺ കാർഡിലേക്കാണെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 25 രൂപ മുതൽ ചെയ്യാൻ പറ്റും. ഫ്ലിപ്കാർട്ടാണെങ്കിൽ നമുക്ക് 25 രൂപ മുതൽ, ഫ്രീ ഫയർ ആണെങ്കിൽ നമുക്ക് 100 രൂപ മുതൽ നമുക്ക് റെഡീം ചെയ്യാൻ പറ്റും. ഇനി PUBG ആണെങ്കിൽ നമുക്ക് 100 UC വെച്ചിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് തൽക്കാലം അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നേരെ UPIയിലേക്ക് പോയാൽ മതി. UPI ആകുമ്പോൾ 25 രൂപ മുതൽ ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 25 രൂപ എന്ന് പറയുമ്പോൾ 2650 പോയിൻ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് 25 രൂപ റെഡീം ചെയ്യാം. അപ്പോൾ അതാണ് റിഡംഷൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വർക്ക് എന്ന് ചോദിച്ചാൽ, ഇവിടെ നമുക്ക് വീഡിയോ വാച്ച് ചെയ്തിട്ട് കാണാൻ പറ്റും. ലൈക്ക് ചെറിയ ചെറിയ അഡ്വർടൈസ്മെൻറ്റുകളുണ്ട്. നമ്മൾ വീഡിയോ വാച്ച് എടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നമുക്കൊരു ആഡ് ക്രിയേറ്റ് ചെയ്ത് വരും. ആഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഗെയിംസിൻ്റെയൊക്കെ തന്നെ ആഡായിരിക്കും സാധാരണ വരിക നമ്മുടെ ഹിസ്റ്ററി വെച്ചിട്ട്. അപ്പോൾ ആ ആഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര പോയിൻ്റ് എന്ന നിലയ്ക്ക് നമ്മുടെ വാലറ്റിലേക്ക് അത് ആഡ് ചെയ്യപ്പെടും. ഇപ്പോൾ എന്തെങ്കിലും ഞാനൊരു ആഡ് റണ്ണിങ് ആണ്, അപ്പോൾ ആ ആഡ് കഴിയുമ്പോൾ എൻ്റെലേക്ക് എത്ര പോയിൻ്റ് ക്ലെയിം ആവും നോക്കാം നമുക്ക്. എന്തായാലും അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതുവരെ നമുക്ക് എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്ന പോലെ നമുക്ക് എല്ലാ വീഡിയോയിൽ നിന്നും നമ്മുടെ കമൻറ്റ് ചെയ്യുന്ന ആളുകളിൽ നിന്ന് നമ്മൾ ഗീവ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലും ഗീവ് ഉണ്ടാകും. അപ്പോൾ എല്ലാ വീഡിയോയിലും നിങ്ങളുന്ന സപ്പോർട്ടിന് നമ്മൾ താങ്ക്സ് പറയുന്നു അഗെയിൻ. അപ്പോൾ ഇവിടെ ആഡ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴായിരിക്കും നമുക്ക് പോയിൻ്റ് വരിക. ആഡ് കംപ്ലീറ്റ് നിങ്ങൾ എന്തായാലും കാണേണ്ടി വരും. കാരണം ഈ ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നവർ ആഡിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ ഒരു പ്രൊപ്പോർഷനാണ് നമുക്ക് ഏണിങ്സ് ആയിട്ട് തരിക. അപ്പോൾ എന്തായാലും എൻ്റെ ആഡ് ഇവിടെ കംപ്ലീറ്റ് ആയി. സോ ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു. അപ്പോൾ ഞാനത് ക്ലോസ് ചെയ്യുന്നു. എനിക്ക് അവിടെ എത്ര പോയിൻ്റ് ആയെന്ന് വെച്ചാൽ ഇപ്പോൾ 7 പോയിൻ്റ് എൻ്റെ വാലറ്റിലേക്ക് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വീഡിയോ വാച്ച് ചെയ്തിട്ട് ചെയ്യാം. ഇനി അൺലിമിറ്റഡ് കോയിൻ നേടാനായിട്ട് PubScale എന്നൊക്കെ പറഞ്ഞിട്ട് അൺലിമിറ്റഡ് കോയിൻസ് നേടാനുള്ള ഓപ്ഷൻസ് അവർ തരുന്നുണ്ട്. അതിനകത്ത് കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയുന്നുണ്ട്. അവിടെ വരുമ്പോൾ കുറേ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ 2 മിനിറ്റ് 3 മിനിറ്റൊക്കെ വർക്ക് ചെയ്യുമ്പോഴാണ്. ലൈക്ക് ആമസോണിൻ്റെ ഒരു ഇൻസ്റ്റലേഷൻ എടുത്തു കഴിഞ്ഞാൽ 1.8K കോയിൻസ് കിട്ടും. ദെൻ കാർഡ് മാച്ചിൻ്റെ ഒരു രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ 36.7K. അങ്ങനെ കുറേ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയാൽ അത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ട് ഒരു ഗെയിമിൻ്റെ ഇതുവരെ 153.7K കോയിൻസ് കിട്ടും. ദാറ്റ് മീൻസ് ഒത്തിരി ക്യാഷായി അതിനകത്ത്. ഇനി 327.44K കോയിൻസ് കിട്ടുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ട്. അങ്ങനെ കുറേ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇനി ഇവരുടെ തന്നെ എക്സ്ക്ലൂസീവ് ഓഫറായിട്ട് കിങ്സ് ഓഫർ എന്നും പറഞ്ഞിട്ട് സാധനങ്ങളുണ്ട്. അത് പലപ്പോഴും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിനാണ്. ലൈക്ക് സ്റ്റോക്ക് പ്രോയിലേക്കുള്ള രജിസ്ട്രേഷൻ, അങ്ങനെയുള്ള കുറേ രജിസ്ട്രേഷൻ മറ്റു കാര്യങ്ങൾ ഓരോന്ന് ചെയ്യുമ്പോൾ, ഇപ്പോൾ വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ 100, HDFCയുടെ പേസ് ആപ്പ് ചെയ്യുകയാണെങ്കിൽ 500 പോയിൻറ്റ്, 500 കോയിൻസ്. ഇങ്ങനെ ഓരോ ആപ്ലിക്കേഷൻസ് അത് എക്സ്ക്ലൂസീവായിട്ട് അവർ ഓരോ ദിവസവും ഇടുന്ന ഓഫേഴ്സാണ്. അങ്ങനെ നമുക്ക് പോയിൻ്റ് നേടാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ ഗെയിം കളിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, പോയിൻ്റ് നേടാൻ പറ്റും. അപ്പോൾ ഇവിടെ ഗെയിം കളിക്കുമ്പോൾ ആ ഗെയിം കളിക്കുന്ന ഡ്യൂറേഷനായിരിക്കും ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക, പോയിൻ്റ് ഏൺ ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിന് ഞാൻ കൺസെൻറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏത് ഗെയിമാണ് നമുക്ക് വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഏതെങ്കിലും ഒരു ഗെയിം, സിമ്പിളായിട്ടുള്ള ഒരു ഗെയിം എടുത്തു കഴിഞ്ഞാൽ അത് പ്ലേ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് പോലും ഇല്ല, ഡയറക്റ്റ്ലി നമുക്ക് ഓൺലൈനിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, കളിക്കാൻ പറ്റും. അങ്ങനെയാണ് ഇവിടെ ഈ ഒരു ആപ്ലിക്കേഷൻ പറയുന്നത്. ഓക്കെ, ഇനി ഇതെല്ലാം വിട്ടിട്ട് നമുക്ക് കുറച്ച് വേണമെങ്കിൽ ഡെയിലി ടാസ്കുകളായിട്ട് കുറച്ച് മാത്സ് സോൾവ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 5 ടാസ്ക് ഉണ്ടാവും മാത്സിൻ്റെ. വെറുതെ കാൽക്കുലേഷൻസ് നടത്തിയാൽ മതി. ഇപ്പോൾ 38 + 46 എത്രയാണ്, അങ്ങനെ കഴിഞ്ഞാൽ ആ ഒരു കാൽക്കുലേഷൻ നടത്തി കഴിയുമ്പോൾ ഒരു ആഡ് വരും, അത് കാണുക. അതിനുശേഷം രണ്ടാമത്തെ ടാസ്കിലേക്ക് പോകും. അങ്ങനെ ഡെയിലി 5 ടാസ്ക് കിട്ടും. ഇനി മാത്സിൻ്റെ മാത്രം കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ക്യാപ്ചർ സോൾവ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ചെയ്യാം.
നമുക്കിവിടെ ഒരു ക്യാപ്ച തരും. ആ ക്യാപ്ച എന്ത് ചെയ്യുക, നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എക്സാക്ട്ലി എന്താണോ അതേപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ തന്നിരിക്കുന്നത് 85 സ്മോൾ ക്യൂ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുമ്പോൾ അതുപോലെ അവിടെയും ഒരു ആഡ് വരും. അപ്പോൾ ആ ആഡ് നമ്മളെന്ത് ചെയ്യുക, കാണുക. എന്നിട്ട് ആഡ് കംപ്ലീറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യുക, അത് സ്കിപ്പ് ചെയ്തേക്കുക. അല്ലെങ്കിൽ സ്കിപ്പിൻ്റെ ടൈം വന്നാൽ സ്കിപ്പ് ചെയ്യുക. കംപ്ലീറ്റഡ് ആയി കഴിയുമ്പോൾ നമുക്ക് റിവാർഡ് ക്ലെയിം ചെയ്യപ്പെടും. അപ്പോൾ ഇവിടെ എനിക്ക് റിവാർഡ് ക്ലെയിം ചെയ്യപ്പെട്ടു. എനിക്ക് ഒന്ന് ക്ലോസ് ആവണം ഇനി ഇത്. ഓക്കെ, അപ്പോൾ അത് ക്ലോസ് ആയി കഴിയുമ്പോൾ എനിക്ക് വീണ്ടും ഒരു 5 പോയിൻ്റോടെ കയറി. അപ്പോൾ വീണ്ടും ഒരാടും കൂടി എനിക്ക് വന്നിട്ടുണ്ട്. ആടൊന്ന് കംപ്ലീറ്റ്. ഓക്കെ, അത് സ്കിപ്പ് ചെയ്യാനുള്ള ടൈം വന്നു. സ്കിപ്പ് ചെയ്തു. ക്ലോസ് ആവണം. ഓക്കെ, അപ്പോൾ അത് ക്ലോസ് ആയി. ഇനിയിപ്പോൾ എനിക്ക് 4 ടാസ്കോടെ ഈ പറഞ്ഞ ക്യാപ്ചർ ടൈപ്പിങ്ങിലുണ്ട്. അപ്പോൾ അവിടെയും നമുക്ക് ചെയ്യാം. പിന്നെ ടെക്സ്റ്റ് ടൈപ്പിംഗ് ഉണ്ട്. ടെക്സ്റ്റ് ടൈപ്പിംഗ് തന്നിരിക്കുന്ന ടെക്സ്റ്റ് അതേപോലെ തന്നെ ടൈപ്പ് ചെയ്യുക. ഒരു ആഡ് വരും. ആ ആഡ് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കംപ്ലീറ്റഡ് ആകുമ്പോൾ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യേണ്ട സമയമാകുമ്പോൾ സ്കിപ്പ് ചെയ്തേക്കുക. പോയിൻ്റ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്ക് മുമ്പിലുണ്ട്. ഇതൊക്കെല്ലാം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഏൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡെയിലി ഏണിങ്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഡെയിലി ഏണിംഗ് ഉണ്ടെന്നുള്ള കാര്യം ആ ഡെയിലി നമ്മൾ ലോഗിൻ ചെയ്യുന്ന പോലെ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പോയിൻ്റ് ഏൺ ചെയ്യാൻ പറ്റും. ഡെയിലി ലോഗിങ്ങിന് എനിക്ക് തോന്നുന്നു 7 പോയിൻ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി അത് കഴിയുമ്പോൾ കംപ്ലീറ്റഡ് ആയി കഴിയുമ്പോൾ ഡെയിലി ലോഗിൻ പോയിൻ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ അവിടെയും ആഡ് തന്നെയാണ് വരിക. ആ ആഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏൺ ചെയ്യാനുള്ള നമ്മുടെ വാലറ്റിലേക്ക് പോയിൻ്റുകൾ ആഡ് ആയിക്കോളും. അപ്പോൾ അതാണ് അവിടെ ഒരു ഓപ്ഷൻ വരിക. എൻ്റെ ആഡ് റണ്ണിങ് ആണ്. ഓൾറെഡി ഞാനത് ക്ലെയിം ചെയ്തുകൊണ്ട് എനിക്ക് അതിൽ വന്നിട്ടില്ല. ഇപ്പോൾ എൻ്റെ വാലറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്ര പോയിൻ്റ് നോക്കിക്കഴിഞ്ഞാൽ 103 കോയിൻ ഉണ്ട്. 103 കോയിൻ എന്ന് പറയുമ്പോൾ 1 രൂപയാണ്. അതായത് 100 കോയിനാണ് 1 രൂപയായിട്ട് പറയാം. 200 കോയിൻ ഉണ്ടെങ്കിൽ 2 രൂപ, 300 ഉണ്ടെങ്കിൽ 3 രൂപ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏൺ ചെയ്യാൻ പറ്റും. ഇവിടെ എൻ്റെ ട്രാൻസാക്ഷൻസ് കാണാൻ പറ്റും. ഞാൻ വീഡിയോ വാച്ച് ചെയ്തിട്ട് 7 പോയിൻ്റ്, ഡെയിലി റിവാർഡ് 5, ടൈപ്പിംഗ് 5, വാച്ച് ചെയ്യാൻ 7, ഡെയിലി റിവാർഡ് വീണ്ടും കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റാർട്ട് ചെയ്ത മുതലുള്ള ഡേറ്റ എല്ലാം ഇതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുക. നമ്മൾ പറഞ്ഞ വിഡ്രോ ഡയറക്റ്റ്ലി നമുക്ക് UPI ചെയ്യാൻ പറ്റും. 2650 പോയിൻ്റ് ആയാൽ മതി UPI ഡയറക്റ്റ്ലി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ലാത്ത നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസുമായിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെ ബൈ.